നമസ്കാരം, വെൽക്കം ടു ദ ഇന്ത്യ പ്രസ്. എൻ്റെ പേര് കൃഷ്ണരാജ്. ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അധ്യാപന മേഖലയിലെ ചില ഒഴിവുകളാണ്. അതായത് ഒരു ഹയർ സ്റ്റഡീസ് മേഖലയിൽ കോളേജിയേറ്റ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട്, കോളേജ് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഒരു കോളേജ് ടീച്ചിങ് എക്സ്പീരിയൻസ് ഉള്ളവരാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ ഞാൻ ഇനി പറയുന്ന ചില സബ്ജക്റ്റുകൾ വീഡിയോയിൽ മുന്നോട്ട് പറയുമ്പോൾ അതിലുള്ള ഏതെങ്കിലും ഒരു കാൻഡിഡേറ്റ് ആണ് നിങ്ങളെങ്കിൽ, നിങ്ങൾക്കുള്ളൊരു മികച്ച ഓപ്പർച്യൂണിറ്റിയാണ് ഡെവലപ്മെൻറ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നൽകുന്നത്. അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് കേൾക്കുമ്പോൾ പലർക്കും ഇതെന്താണെന്ന് ധാരണയുണ്ടാവില്ല. അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് കീഴിൽ ഉള്ള ഒരു റിസർച്ച് സ്ഥാപനമാണ്, ഒരു പഠന സ്ഥാപനമാണ് ഇന്ദിരാഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെവലപ്മെൻറ്റ് റിസർച്ച്. അപ്പം ഈ ഇന്ദിരാഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെവലപ്മെൻറ്റ് റിസർച്ച് എന്ന് പറയുന്നത് മുംബൈയിലാണ് ആസ്ഥാനം. അത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നേരെ കീഴിൽ വരുന്ന ഒരു സ്ഥാപനമാണ്. ഇങ്ങോട്ടേക്കാണ് അസിസ്റ്റൻറ്റ് പ്രൊഫസർ തസ്തികയിൽ, അധ്യാപക തസ്തികയിലേക്ക് ആൾക്കാരെ ആവശ്യമുള്ളത്. അപ്പോൾ ഇതിലെ തസ്തികകൾ ഏതൊക്കെയാണ്, ഏതൊക്കെ കഴിവുകൾ അല്ലെങ്കിൽ ഏതൊക്കെ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം, ഇതൊക്കെ ആയിരിക്കും ഞാൻ ഈ വീഡിയോയിൽ പറയുക. വീഡിയോ മുഴുവനായി ഒന്ന് കാണാൻ ശ്രമിക്കുക. ഈ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് പറ്റുന്നതാണെങ്കിൽ ഒന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ. ഇൻട്രൊഡക്ഷനിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇന്ദിരാഗാന്ധി സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് റിസർച്ച് എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ അതിലേക്കാണ് ഈ അധ്യാപകരെ ആവശ്യമുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഒഴിവുകൾ പറഞ്ഞാൽ പ്രൊഫസർ പൊസിഷൻ 3 എണ്ണമുണ്ട്, അസോസിയേറ്റ് പ്രൊഫസർ 2 വേക്കൻസീസ് ഉണ്ട്, അസിസ്റ്റൻറ്റ് പ്രൊഫസർ വേക്കൻസീസ് 12 എണ്ണമുണ്ട്. അപ്പോൾ ഇത് പല ഡൊമൈനുകളിലായിട്ടാണ്, പല സബ്ജക്റ്റുകളിലായിട്ടാണ്. അപ്പോൾ ഞാൻ ഇനി പറയുന്ന സബ്ജക്റ്റുകളിൽ നിങ്ങൾക്ക് ഒരു അസിസ്റ്റൻറ്റ് പ്രൊഫസർ, അസോസിയേറ്റ് പ്രൊഫസർ, പ്രൊഫസർ തസ്തികകളിലേക്കുള്ള സെൻട്രൽ ഗവൺമെൻറ് UGC ഒക്കെ ഫിക്സ് ചെയ്തിട്ടുള്ള എലിജിബിലിറ്റി ഉള്ളവരാണ് നിങ്ങൾ എങ്കിൽ, അതായത് പോസ്റ്റ് ഗ്രാജുവേഷനോ അതും അനുബന്ധ യോഗ്യതകളുമൊക്കെ ഉള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾക്ക് ഇതിനുവേണ്ടി ഒന്ന് ശ്രമിച്ചു നോക്കാം. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. സബ്ജക്ട്സ് ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. ബിഹേവിയറൽ എക്കണോമിക്സ് ആണ് ഒന്ന്. പിന്നെ പറയുന്ന സബ്ജക്റ്റുകൾ ക്ലൈമറ്റ് ചേഞ്ച് എക്കണോമിക്സ്, ഡേറ്റ സയൻസ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, ഇക്കണോമിക്സ് തെറാപ്പി, ഇക്കണോമിക്സ് ഓഫ് എഡ്യൂക്കേഷൻ, empirical industrial organization, energy and environment economics, health economics, international trade, labor economics, law and economics, macroeconomics and finance, microeconomics theory, political economy, time series econometrics. ഇത്രയും ഡൊമൈനുകളാണ് ഉള്ളത്. എല്ലാം കുറച്ച് എന്താ പറയുന്നത്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡൊമൈനുകളാണ്. അധികം ആൾക്കാർ ഒരുപക്ഷെ ബൾക്കായിട്ട് സ്പെഷ്യലൈസ് ചെയ്യാൻ സാധ്യത കുറവുള്ള കുറേ ഡൊമൈനുകളാണ് ഞാനിപ്പോൾ പറഞ്ഞത് എന്നെനിക്ക് തന്നെ ബോധ്യമുണ്ട്. പക്ഷേ ഈ ഡൊമൈനുകളിൽ നിങ്ങൾക്കൊരു ടീച്ചിങ് എലിജിബിലിറ്റി ഉണ്ട് എങ്കിൽ, ഒരു കോളേജ് എഡ്യൂക്കേഷനിലേക്ക് അല്ലെ കോളേജിയേറ്റ് എഡ്യൂക്കേഷൻ ലെവലിൽ നിങ്ങൾക്കൊരു UGCയുടെ ഒക്കെ മാനദണ്ഡപ്രകാരമുള്ള ടീച്ചിങ് എലിജിബിലിറ്റി ഉണ്ട്, മിനിമം ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ ഈ മേഖലയിലൊക്കെ ഉണ്ട്, എക്കണോമിക്സിൻ്റെ ഈ സ്പെഷ്യലൈസേഷനിലൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ സ്റ്റാറ്റിസ്റ്റിക്സും മറ്റ് മേഖലകളിലുമൊക്കെ ഉണ്ട് എങ്കിൽ ഇത് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. എന്തൊക്കെ എലിജിബിലിറ്റി കാര്യങ്ങളെക്കുറിച്ച് ഒന്നുകൂടി വ്യക്തമായി മനസ്സിലാക്കാൻ ഞാൻ അവരുടെ വെബ്സൈറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ആ വെബ്സൈറ്റിലൂടെ തന്നെയാണ് അപ്ലൈ ചെയ്യണം എന്ന് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ആ വെബ്സൈറ്റിൽ കയറി ഈ സ്ഥാപനത്തിനെക്കുറിച്ചും അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ചും അവർ എക്സ്പെക്റ്റ് ചെയ്യുന്ന എക്സാക്റ്റ് എലിജിബിലിറ്റി ക്രൈറ്റീരിയയെക്കുറിച്ചും ഒക്കെ നന്നായിട്ടൊന്ന് പഠിക്കുക. ഏതായാലും ഒരു അധ്യാപന മേഖലയിലേക്ക് താല്പര്യമുള്ള ഒരു കാൻഡിഡേറ്റിനെ സംബന്ധിച്ച് ഇത് ഒരു സുവർണ അവസരമാണ്, മിസ് ചെയ്യരുത് എന്ന് ഞാൻ തീർച്ചയായിട്ടും പറയും. May 5th ആണ് ലാസ്റ്റ് ഡേറ്റ്. 5th May 2025 ആണ് ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ അതിനുള്ളിൽ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. എൻ്റെ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് ചാനലിലൂടെ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കാം. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ മേഖലയിലൊക്കെ ഒരു സ്കില്ലുള്ളത്, അല്ലെങ്കിൽ അവർക്ക് പഠിപ്പിക്കാൻ ഈ മേഖലയിലൊരു എലിജിബിലിറ്റി ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒട്ടും മടിക്കേണ്ട, അവർക്ക് ഈ വീഡിയോ ഉടൻ തന്നെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് അവർക്കും ഒരു ഉപകാരമായേക്കാം. എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിഫിക്കേഷനോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ട് ചോദിക്കാം, ഞാൻ ഉറപ്പായും മറുപടി തരുന്നതാണ്. വീഡിയോയിൽ പറഞ്ഞ കോൺസെപ്റ്റൊക്കെ ഒന്ന് ഇഷ്ടപ്പെട്ടു എങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം. എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് വിഷ് യു all the best.